ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയോട് അഭിയോരാണ്, നീ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനല്ലല്ലോ, മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീയല്ലേ, അപ്പം നീ സ്വന്തമായിട്ട് നിനക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ പൊന്നയ്യപ്പസ്വാമി ശബരിമലയ്ക്ക് പോയി കഴിയുമ്പം എങ്ങനെയാലും ഇവളെ എൻ്റെ തലേന്നൊന്ന് ഒഴിവാക്കി തന്നേക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന രേവതിനെയാണ്. രേവതിയാണ് ഈ ദേവയാനിനെ കാണാൻ വേണ്ടി വരും കേട്ടോ, കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. എന്നിട്ട് പറയുകയാണ്, വേണുവേട്ടൻ അവിടെ കുറച്ച് ബിസിനസ്സിൻ്റെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, ഇനി എന്തായാലും ചേച്ചീനെ സഹായിക്കാൻ 2-3 ദിവസം ഞാനിവിടെ നിൽക്കാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോൾ എൻ്റെ എല്ലാ കാര്യവും നല്ലപോലെ നോക്കുന്നുണ്ട്, അതുമാത്രമല്ലല്ലോ വേണുവിന് അവിടെ രേവതിയെ കൊണ്ട് ആവശ്യമുള്ളതല്ലേ. ഇത് കേൾക്കുമ്പോൾ രേവതി പറയാണ്, മരുമക്കൾ ശരിയായില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ. ഇപ്പം തന്നെ ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ലേ, അവളോടൊന്ന് വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു, പിന്നെ അവളവിടെ സുഖവാസം അങ്ങ് തുടങ്ങി, അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും കേട്ടോ. അത് കഴിയുമ്പം പറയുകയാണ്, ആദർശിനെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ ഓരോരുത്തരെങ്ങനെയാണ് മാറുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, ആദർശിന് അങ്ങനെ തെറ്റൊന്നും പറ്റാറില്ലായിരുന്നു, കമ്പനി കാര്യത്തിലും ബിസിനസ്സിനൊക്കെ അവൻ്റെ നല്ല ഉയർച്ചയായിരുന്നു, നല്ല ഉത്തരവാദിത്വം ഇവളുടെ കാര്യത്തിൽ മാത്രമാണ്, അതും അവന് ഇഷ്ടപ്പെട്ട് കിട്ടിയതൊന്നുമല്ല, അവളൊരു നിമിത്തം പോലെ വന്നു കയറിയത് അവൻ്റെ ജീവിതത്തിൽ. പറഞ്ഞിട്ടെന്താ കാര്യം, ഇനി വന്നു കഴിയുമ്പോൾ ഞാൻ രണ്ടുപേരെയും രണ്ടായിട്ട് നിർത്താൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുകയാണ്, രണ്ടായിട്ട് നിർത്തുമല്ല, സത്യത്തിൽ പറഞ്ഞു വിടുക ചെയ്യേണ്ട ചേച്ചി എന്ന് പറയുവാണ്. എന്നിട്ട് പറയാം, പൊതുവേ ഈ വീട്ടിലോട്ടല്ലേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരേണ്ടത്, മോള് പറയുന്നത് കേട്ടു ആദർശ് അവൾക്ക് വീടെടുത്ത് കൊടുത്തുന്നു, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഇതൊക്കെ ചിന്തിച്ചിരിക്കുവാണ് കേട്ടോ ദേവയാനി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ രേവതി നമ്മുടെ അനാമികനെ ഉപദേശിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ എങ്ങനെയും സോപ്പിട്ട് പിടിച്ച് നിൽക്കാൻ നോക്കി ഇവിടെ അനീനെ, അല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. അന്ന് ആ കരൾ കൊടുത്തിരുന്നെങ്കിൽ ആ കരൾ കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും കിട്ടിയേനെ, പോട്ടെ ആ കരൾ കൊടുത്ത് ആരാന്ന് അന്വേഷിച്ചറിഞ്ഞ് അവരെ കമ്മീഷൻ അടിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്ക് എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ പറയാം, അല്ലേലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിയാണ്, ഇനി ആകെ എന്തെങ്കിലും കിട്ടപ്പോരുണ്ടെങ്കിൽ അത് അനീനെ സോപ്പിട്ടിട്ടാ, അത് നീ ഒന്ന് ശ്രമിക്കുക എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുവാണ് കേട്ടോ, അനിയുടെ കാര്യം നോക്കണ്ട, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ, 24 മണിക്കൂർ അവളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇത് കേട്ടോണ്ട് ദേവയാനി ഇങ്ങനെ വരും കേട്ടോ. പെട്ടെന്ന് ദേവയാനിയെ കാണുമ്പോൾ ഒരു ഷോക്കാവും, പക്ഷെ ദേവയാനി അനിയെപ്പറ്റി പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പറയണം, മോള് വിഷമിക്കണ്ട, അവന് നല്ല മാറ്റമൊക്കെ വരും, അവൻ നല്ലൊരു ചെറുക്കം കൊച്ചാ, എല്ലാം മാറും, നിനക്കിവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിന് വേണ്ടത് നോക്കിയും കണ്ടും ഈ വല്യമ്മ തന്നിരിക്കും എന്ന് പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അത് കഴിഞ്ഞ് നേരെ മുറിയിലോട്ട് പോയിട്ട് ദേവയാനി ആദർശിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരണം, ഒരത്യാവശ്യം ഉണ്ടെന്ന് പറയുക കേട്ടോ. അത് കഴിഞ്ഞ് ജലജേനെ കാണുവാണ് രേവതി. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് പറയാനാ ചേച്ചി, ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നയനേനെയും നവീനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, മോളെന്ന് അവിടെ വന്നപ്പം മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയാം, അതവർ ചെയ്തത് നന്നായി മോളെ, അവൾമാർ പോകുമ്പോൾ കൂട്ടിക്കൊണ്ട് വരാൻ പലരും ഇവിടുന്ന് പുറകെ പോകും, മോള് പോയി കഴിഞ്ഞാൽ അനി പോലും വരുകയില്ല, അതാണ് അവസ്ഥ, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും കേട്ടോ. ആ സമയത്താണ് കേട്ടോ അബി നവ്യനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും അനാമികയ്ക്കും ജലജയ്ക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജലജ അടുത്തോട് ചോദിക്കും, ഇനി നീ എന്നാ പരസ്യത്തിന് അഭിനയിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും അറിയാത്ത പോലെ നമ്മുടെ രേവതി ചോദിക്കണേ, പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ നവ്യനെ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ്, ഇപ്പം എൻ്റെ കോലം കണ്ടിട്ട് പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയോ? ഇല്ലല്ലോ, ഞാനേതായാലും അബിയുടെ ഷോപ്പിങ്ങിന് പോവാം, സിനിമ കാണണം, കുറച്ച് കറങ്ങണം, ഫുഡ് കഴിക്കണം, വരും എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ്, അതിന് മലയ്ക്കോ മാലയിട്ടായി ഇപ്പം പുറത്തൊന്ന് ഫുഡ് കഴിക്കാവോ? അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അവന് കഴിക്കത്തില്ല, എന്താ എനിക്ക് കഴിക്കാൻ പാടില്ലേ? ഇതൊന്നും അനാമിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നവ്യനെ. എന്നിട്ട് പറയാണ്, പുറത്തുനിന്നൊന്നും കഴിക്കാത്ത കുടുംബത്തിലല്ലേ, പോയി കഴിക്കട്ടെ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, പുറത്തുനിന്നും കഴിക്കാതെയൊന്നും അല്ല ഞങ്ങൾ ഇത്രയായതും, എൻ്റെ അച്ഛനൊരു ശില്പിയാണ്, അത് ശരിയാണ്, എന്ന് വെച്ച് ഞങ്ങളെയൊക്കെ പൊന്നുപോലെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നവ്യയും ആർട്ട് ഗാലറി അവൾ നോക്കിയപ്പോഴും നല്ല ലാഭം ഉണ്ടായിരുന്നു, ആകാശിനെ ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുക. അത് കഴിയുമ്പോഴത്തേക്കും നവ്യ ഒരു പാട്ട് പാടും കേട്ടോ, സ്വർണ്ണ മത്സ്യം എന്ന് പറഞ്ഞ്. അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് മനസ്സിലാവുകയാണ് സ്വർണ്ണമാല മോഷ്ടിച്ചതിനെ പറ്റിയാന്ന്. അപ്പോഴേക്കും ജലജ ആകെ അങ്ങ് പതറുക കേട്ടോ. അബിയും ഇതൊന്നും കണ്ട് മനസ്സിലാവാതെ അനാമികയും രേവതിയും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് നവ്യ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ് ജലജയോട്, എൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പേടിച്ചിട്ട് ജലജ പറയാം, ഇവിടെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല, നാക്കിന് ഇച്ചിരി നീളം കൂടുതലാണ് എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാണ്, എങ്കിൽ ഞാൻ ആ നാക്ക് വെച്ച സത്യങ്ങളങ്ങ് പറയാം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക കേട്ടോ.
പേടിച്ചിട്ട് ചിലത് പറയാണ് നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറയും കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇവളുമാർ എന്തോ കാണിച്ചാണോ ഇവിടെ ഉള്ളവരൊക്കെ മണിയടിച്ച് വെച്ചേക്കുന്നത്. ദേ ഇപ്പം ചേച്ചിയും എതിരെ പറഞ്ഞാലും എന്തൊക്കെയോ കാണിച്ച് ചേച്ചീനെ പേടിപ്പിച്ച് വെച്ചേക്കുവാന്നോ തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും ഒന്നും അറിയാത്ത പോലെ അങ്ങ് പോകുക കേട്ടോ ജലജ. പിന്നെ കാണിക്കുന്നത് ദേവയാനിനെയാണ്. ദേവയാനി അനാമികനെ വിളിച്ചിട്ട് ചെക്ക് ബുക്ക് എടുക്കാൻ പറയുക കേട്ടോ. എടുത്തുമ്പോഴേക്കും അനാമിക മനസ്സിൽ ചിന്തിക്കുക, ഓ എനിക്ക് എഴുതി തരാനായിരിക്കും അവൾക്ക് സ്വർണം കൊണ്ട് കൊടുത്തതിന് പകരമായിട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുവാണോ ഒന്നും അറിയാത്ത പോലെ. ആർക്കാ വലിയമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്കാ മോളെ എന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക ഇങ്ങനെ ഒത്തിരി സ്വപ്നം കാണുവാണ്. എന്നാലും അത് ആരാ പറ എന്ന് പറയുമ്പോഴത്തേക്കും പറയുവാണ്, എനിക്ക് കരൾ പകുത്ത് തന്നില്ലേ ആ പെൺകൊച്ചിന് വേണ്ടിയിട്ടാന്ന് പറയുക കേട്ടോ. ഈ സമയത്ത് ആദർശം മുറിയിലോട്ട് വരുവാണ്. അപ്പോൾ അനാമിക ചെക്കൂക്ക് അവിടെ വെച്ചിട്ടങ്ങ് ഇറങ്ങും കേട്ടോ. അപ്പോൾ ആദർശിനോട് പറയുവാണ്, ആ കൊച്ചിന് എന്തെങ്കിലും കൊടുക്കണം, അവർ മേടിക്കുമല്ലോ അമ്മേ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിലും ദേവയാനി നിർബന്ധിക്കുവാണ് കേട്ടോ. ഞാൻ പറയുന്ന എമൗണ്ട് നീ എഴുതുക, 50 ലക്ഷം എന്ന് പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് അനാമിക ചിന്തിക്കുകയാണ്, ഓ അന്ന് അച്ഛനും അമ്മയും മര്യാദയ്ക്ക് പറഞ്ഞതായിരുന്നു കരൾ കൊടുക്കാമെന്ന്, കൊടുത്തിരുന്നെങ്കിൽ ഒരു 10 ലക്ഷമെങ്കിലും കിട്ടിയേനെ, ഇതെന്തൊരു അവസ്ഥയാണോ എന്നോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് വരുന്നുണ്ട്, ഞാൻ കൊണ്ട് കൊടുക്കാം, പക്ഷേ ഇത് അവർ മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുവാണ്. എന്നിട്ട് പറയണം, അമ്മ എല്ലാം കഴിയുമ്പോൾ ഭേദമായി കഴിയുമ്പോൾ കൊച്ചിനെ നേരിട്ട് കാണുമ്പോൾ കൊടുത്താൽ പോരെ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേന് വരുന്നുണ്ട്, അന്ന് അവൾക്ക് കൊടുക്കാനുള്ളത് വേറെ ഞാൻ കരുതിയിട്ടുണ്ട്, ഇപ്പം എന്തായാലും നീ ഇത് എഴുതുക എന്ന് പറയുവാണ്. കഴിഞ്ഞ ആദർശ് ചെക്കൊക്കെ എഴുതിയിട്ട് വരാണ്, ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കാം, പക്ഷെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലമ്മേ, അങ്ങനെ ഒരാൾക്കാരല്ല അവർ എന്ന് പറയുവാണ്. എന്നിട്ട് ആ ചെക്കും കൊണ്ട് അവിടെ നിന്ന് പോവാം കേട്ടോ. ഇതൊക്കെ കേട്ട് ആ പെൺകുട്ടിയെ പറ്റി ഇത്രയും നല്ലൊരു പെൺകുട്ടിയോ ഉണ്ടോ ഈ ലോകത്തൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവയാനിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.